അടുത്തതായി പ്രിയ പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് പഞ്ചമഹാപുരുഷ യോഗത്തിൽ ശനി ഉണ്ടാക്കുന്ന യോഗമാകുന്നു. ഈ പഞ്ചമഹാപുരുഷത്തിൽ ശനി ഉണ്ടാകുന്ന യോഗത്തിൻ്റെ പേരാകുന്നു ശശമഹായോഗം. മറ്റ് 4 ഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന യോഗങ്ങൾ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഈ പഞ്ചമഹാപുരുഷ യോഗത്തിൽ സൂര്യനോ ചന്ദ്രനോ യാതൊരു സ്ഥാനവുമില്ല. അപ്രകാരം രാഹുവിനോ കേതുവിനോ പോലും സ്ഥാനമില്ല. സ്ഥാനം ഈ 5 ഗ്രഹങ്ങൾക്ക് മാത്രമാണ്. അപ്രകാരം 5ാമത്തെ ഗ്രഹമായ ശനി ഉണ്ടാക്കുന്ന ശശമഹായോഗം. എപ്രകാരമാണ് ശശമഹായോഗം ഉണ്ടാകുന്നത്? ശനി ഏതെല്ലാം ഭാവങ്ങളിൽ നിൽക്കണമെന്ന് നിങ്ങൾ അറിയുക. ഒന്നാമതായി, തുലാം ലഗ്നമായി ശനി ഉച്ചത്തിൽ തുലാത്തിൽ നിൽക്കുക. ശനിയുടെ ഉച്ചക്ഷേത്രം തുലാമാകുന്നു. അതിനാൽ തുലാ ലഗ്നമായി ശനി അവിടെ ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ ശശമഹായോഗമാണ്. മകരലഗ്നമായി 10ാം ഭാവത്തിൽ ശനി നിൽക്കുകയാണെങ്കിൽ ശശമഹായോഗമാണ്. മേടലഗ്നമായി 7ാം ഭാവത്തിൽ ശനി നിൽക്കുകയാണെങ്കിൽ ശശമഹായോഗമാണ്. കർക്കിടക ലഗ്നമായി 4ാം ഭാവത്തിൽ ശനി നിൽക്കുകയാണെങ്കിൽ ശശമഹായോഗമാകുന്നു. അപ്രകാരം ശനി തൻ്റെ സ്വക്ഷേത്രമായ മകരത്തിൽ നിൽക്കുകയാണെങ്കിൽ, മകര ലഗ്നമായി ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ ശശമഹായോഗമാകുന്നു. മേടം ലഗ്നമായി ശനി 10ാം ഭാവത്തിൽ മകരത്തിൽ നിൽക്കുകയാണെങ്കിൽ ശശമഹായോഗമാകുന്നു. കർക്കിടക ലഗ്നമായി 7ാം ഭാവത്തിൽ ശനി നിൽക്കുകയാണെങ്കിൽ ശശമഹായോഗമാകുന്നു. തുലാ ലഗ്നമായി 4ാം ഭാവത്തിൽ ശനി നിൽക്കുകയാണെങ്കിൽ ശശമഹായോഗമാകുന്നു. ഇപ്രകാരം കുംഭലഗ്നമായി ലഗ്നത്തിൽ ശനി നിൽക്കുകയാണെങ്കിൽ ശശമഹായോഗമാകുന്നു. ഇടവ ലഗ്നമായി 10ാം ഭാവത്തിൽ ശനി കുംഭത്തിൽ നിൽക്കുകയാണെങ്കിൽ, മൂലക്ഷേത്ര ബലമാണ് ശനിക്ക് കുംഭത്തിൽ, അവിടെ ശനി നിൽക്കുകയാണെങ്കിൽ ശശമഹായോഗമാണ്. അപ്രകാരം ചിങ്ങലഗ്നമായി 7ാം ഭാവത്തിൽ ശനി നിൽക്കുകയാണെങ്കിൽ ശശമഹായോഗമാണ്. അപ്രകാരം വൃശ്ചിക ലഗ്നമായി 4ാം ഭാവത്തിൽ ശനി കുംഭത്തിൽ നിൽക്കുകയാണെങ്കിലും ശശമഹായോഗമാകുന്നു. എന്താണ് ശശമഹായോഗത്തിൻ്റെ പ്രത്യേകത എന്ന് നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കുക. കർഷകരെയും കൃഷിയെയും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമാകുന്നു ശനി. അതിനാൽ ആ വിഷയങ്ങൾക്ക് ശശമഹായോഗത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. രാജപ്രിയോ ദേശപുരാധിനാഥോ ഭക്തോ ജനന്യാം കൃഷിധാന്യയുക്ത. രാജപ്രിയ, തൻ്റെ അധികാരിക്ക് പ്രിയപ്പെട്ട ആളാവുക. കാരണം ശനി സർവൻ്റാണ്, വേലക്കാരനാണ്. ശനിയുടെ ബലത്തിനനുസരിച്ച് ആ വേലക്കാരനെന്ന ഗ്രഹത്തിൻ്റെ ശനിയുടെ ബലം കൂടും. അപ്രകാരം തന്നെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഭൃത്യന്മാർ മുതൽ ഏറ്റവും ഉയർന്ന വ്യക്തിക്ക് വരെ ശശമഹായോഗമുണ്ടെങ്കിൽ അദ്ദേഹം തൻ്റെ അധികാരിക്ക് പ്രിയപ്പെട്ട ആളാവും. ദേശപുരാധിനാഥ, തൻ്റെ ദേശം, താനുമായി ബന്ധപ്പെടുന്ന പ്രദേശങ്ങൾ, പുരം, പട്ടണം, അതിൻ്റെയൊക്കെ അധിനാഥ, അധികാരമുണ്ടാകും. രാഷ്ട്രീയത്തിലാണെങ്കിൽ മന്ത്രിയാകാം, മുനിസിപ്പാലിറ്റി ചെയർമാനാകാം, അല്ലെങ്കിൽ കൗൺസിലറാകാം, പഞ്ചായത്ത് പ്രസിഡൻ്റാകാം. ഈ രീതിയിൽ തൻ്റെ അധ്യക്ഷസ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കുന്നു. ഭക്തോ ജനന്യാം, അമ്മയിൽ വളരെയധികം ഭക്തി പ്രകടിപ്പിക്കുന്നവരാണ് ശശമഹായോഗമുള്ള വ്യക്തികൾ. കൃഷിധാന്യയുക്ത, ശനി ഒരു കാർഷിക ഗ്രഹമാകുന്നു. അതിനാൽ കൃഷി, ധാന്യങ്ങൾ, ഇതിൻ്റെ വ്യാപാരം, ഇതിൻ്റെ സഞ്ചയം ഉണ്ടാക്കുക, ഇതൊക്കെ ശനിയുടെ തൊഴിലാണ്. വാദോൽപ്പണ ശ്യാമകൃശാങ്കയഷ്ടി ശശോത്ഭവസ്യാത് പരശാഠ്യവേദി. അന്യരുടെ ശാഠ്യത്തെ അറിഞ്ഞ് അവരെ അനുനയിപ്പിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് ശശമഹായോഗത്തിൽ ജനിച്ച വ്യക്തിക്കുണ്ട്. അതിനാൽ പലപ്പോഴും മധ്യസ്ഥത വഹിക്കുക, പ്രധാനപ്പെട്ട ക്ലേശങ്ങൾക്കൊക്കെ തനിക്ക് ഒരു മധ്യസ്ഥനായി നിന്നുകൊണ്ട് കാര്യങ്ങൾ നേടുവാനുള്ള ഒരു അസാമാന്യമായ കഴിവ് ശനി ശശമഹായോഗം ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾക്കുണ്ട്. വാദത്താൽ ബുദ്ധിമുട്ടുന്ന വ്യക്തിയായിരിക്കും. ശനി വാദകാരകനാണ്, വാദത്താൽ ബുദ്ധിമുട്ടും. ശ്യാമകൃശാങ്കേഷ്ടി, കറുത്ത മെലിഞ്ഞ ദേഹത്തോടു കൂടിയുള്ള വ്യക്തിയുമായിരിക്കും ശശമഹായോഗമുള്ള വ്യക്തി. നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾ നിരീക്ഷിക്കുക, നിങ്ങൾക്ക് ശശമഹായോഗമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ അവിടുത്തെ സുഹൃത്തിന് ശശമഹായോഗമുണ്ടോ. ജ്യോതിഷ പ്രേമികളായ നിങ്ങൾക്ക് പലരുടെയും ജാതകങ്ങൾ അടുത്ത് കിട്ടുമ്പോൾ പരിശോധിക്കാം ഈ വ്യക്തിക്ക് ശശമഹായോഗമുണ്ടോ എന്ന വിഷയം. അതിനാൽ ജ്യോതിഷപ്രേമികളായ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അടുത്ത വ്യക്തികളുടെ, ബന്ധുക്കളുടെ ഒക്കെ ജാതകം വാങ്ങുക. ഒരു കുടുംബത്തിലെ മുഴുവൻ ജാതകവും വാങ്ങുക. ഉദാഹരണമായി അച്ഛൻ, അമ്മ, 2 മക്കൾ, അല്ലെങ്കിൽ ഒരു കുട്ടി, 3 മക്കൾ, ഇവരുടെ സ്വഭാവം നിരീക്ഷിക്കുക. ഇവർക്ക് അച്ഛൻ്റെ സ്വഭാവമാണോ, അമ്മയുടെ സ്വഭാവമാണോ, എന്തുകൊണ്ട് ഈ സ്വഭാവം വന്നു, ഇവർക്ക് ഡിപ്രഷൻ ഉണ്ടോ, ഇവർ ഷോർട്ട് ടെമ്പേർഡാണോ, ഇവർക്ക് കുറ്റവാസനയുണ്ടോ, അക്രമവാസനയുണ്ടോ, അതല്ല ഇവർ സംഗീതപ്രേമികളാണോ, ഇവർ വളരെയധികം പ്രണയികളാണോ, പ്രണയിനികളാണോ എന്നൊക്കെ നിങ്ങൾക്ക് നിരീക്ഷിക്കാം. അതിന് സൂക്ഷ്മമായി നിങ്ങൾ ജ്യോതിഷ കുതുകികളായിരിക്കണം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നന്ദി, നമസ്കാരം.